അടുത്ത ചോദ്യം 4. പലരും തെറ്റിക്കാൻ സാധ്യത, അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിരിക്കുക. ഇതുപോലെ 2-3-4 ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കാം. ചോദ്യം ഇതാണ്: ഡിഫറൻഷിയേറ്റ് എക്സ് റേസ് ടു എക്സ് മൈനസ് 2 റേസ് ടു സൈൻ എക്സ്. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വിത്ത് റെസ്പെക്ട് എക്സ് ആണ്. ഇവിടെ എന്താണ് നമ്മൾ കഴിഞ്ഞ ചോദ്യങ്ങൾ ചെയ്തതിനുള്ള വ്യത്യാസം എന്താണ്? ഇവിടെ ഇത് രണ്ട് ഫംഗ്ഷനുകളുടെ ഡിഫറൻസ് ആണല്ലേ, എഫ് എക്സ് മൈനസ് ജി എക്സ്. ഇപ്പൊ സം അല്ലെ ഡിഫറൻസ് എന്തും ആയിക്കോട്ടെ, ഇത് പ്രോഡക്റ്റും അല്ല കോഷ്യന്റും അല്ല, പക്ഷെ രണ്ട് ഫംഗ്ഷനുകളുടെ ഡിഫറൻസ് ആണ്. ഈ ആദ്യത്തെ ഫംഗ്ഷന്റെ പ്രത്യേകത നോക്കിക്കേ, ഒരു ഫംഗ്ഷന്റെ മുകളിൽ വേറൊരു ഫംഗ്ഷൻ അല്ലേ, എക്സ് റേസ് ടു എക്സ് എക്സ് സ്ക്വയർ അല്ല, എക്സ് റേസ് ടു കോൺസ്റ്റന്റ് അല്ല, എക്സിന്റെ മുകളിൽ വേറൊരു ഫംഗ്ഷൻ തന്നെയാണ്. രണ്ടാമത് നോക്കിയേ, താഴെ ഒരു കോൺസ്റ്റന്റ് മുകളിൽ വേറൊരു ഫംഗ്ഷൻ അല്ലേ. ഇപ്പൊ രണ്ട് ഫംഗ്ഷൻ ആണെന്ന് കേട്ടോ, താഴെ കോൺസ്റ്റന്റ് മുകളിൽ വേറൊരു ഫംഗ്ഷൻ ആയാലും കുഴപ്പമില്ല. മുകളിൽ കോൺസ്റ്റന്റ് ആയാൽ വേണ്ട, മുകളിൽ കോൺസ്റ്റന്റ് ആവുന്ന ഫോർമുല നമ്മൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ. കണ്ടോ, എക്സ് റേസ് ടു എൻ ഫോർമുല ലിസ്റ്റിൽ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ കൊടുത്തിട്ടുണ്ട്. അവിടെ എൻ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1 അല്ലേ അതിന്റെ ഡെറിവേറ്റീവ്. അത് അങ്ങനെയുള്ള അതിന്റെ ഒരു ഫംഗ്ഷന്റെ മുകളിൽ വേറൊരു നമ്പർ വന്നാൽ നമുക്ക് ആ ഫോർമുല ഉപയോഗിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇവിടെ അങ്ങനെയല്ല, താഴെ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ താഴെ ഒരു കോൺസ്റ്റന്റ് എന്ത് കാര്യം, മുകളിൽ വേറൊരു ഫംഗ്ഷൻ വന്നാൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ലോഗരിതം എടുത്ത് ചെയ്യേണ്ടത്, ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ ഒരു ഫംഗ്ഷൻ, ഈ മൊത്തം ഫംഗ്ഷൻ നോക്കിയാൽ ഇതിനകത്ത് വീണ്ടും രണ്ടെണ്ണം അടങ്ങിയിട്ടുണ്ട്. ആദ്യത്തേത് ഏത് രൂപത്തിലാണ്? ഒരു ഫംഗ്ഷൻ റേസ് ടു അനദർ ഫംഗ്ഷൻ ആണ്. രണ്ടാമത്തേത് എ കോൺസ്റ്റന്റ് റേസ് ടു അനദർ ഫംഗ്ഷൻ തന്നെയാണ്. അപ്പൊ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നേരത്തെ നമ്മൾ ആദ്യം നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ വൈ എന്ന് പേര് കൊടുത്തു. ആസ് യൂഷ്വൽ ഞാൻ വൈ എന്ന് തന്നെ പേര് കൊടുത്തു. ഇനി എല്ലാവരും ലോഗരിതം എടുക്കുന്നതിനെ പറ്റി ചിന്തിക്കും. ഇവിടെ നേരിട്ട് ലോഗരിതം എടുക്കാൻ പാടില്ല. നേരിട്ട് ലോഗരിതം എടുക്കുന്നത് എപ്പോഴാണെന്നറിയോ? ഒരു ഫംഗ്ഷൻ മതി, അല്ലെങ്കിൽ ഇവിടെ ഇൻറ്റുവോ അല്ലെങ്കിൽ ഡിവിഷനോ ഒരു ആണെങ്കിൽ മാത്രമേ നമുക്ക് നേരിട്ട് ലോഗരിതം എടുക്കാൻ പറ്റും. നമ്മൾ ചെയ്തതിനകത്ത് ഒത്തിരി സ്ക്വയർ റൂട്ടിനകത്ത് നോക്കി, അവിടെ ഇൻറ്റുവും വരുന്നുണ്ടായിരുന്നു, ഡിവിഷനൊക്കെ വരുന്നില്ലായിരുന്നു. അവിടെ നേരിട്ട് ലോഗരിതം എടുക്കാം. എന്നാൽ രണ്ടോ അതിലധികമോ ഫംഗ്ഷന്റെ തുകയോ വ്യത്യാസമോ സം അല്ലെങ്കിൽ ഡിഫറൻസ് രൂപത്തിൽ തന്നാൽ നേരിട്ട് ലോഗരിതം എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു നിയമമില്ല. ലോഗ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ലോഗ് എ ഇൻറ്റു ബിക്ക് പഠിച്ചു. എന്താണ് ലോഗ് എ പ്ലസ് ലോഗ് ബി എന്നൊരു നിയമമുണ്ട്. എന്നാൽ ലോഗ് എ മൈനസ് ബിക്കോ അല്ലെങ്കിൽ എ മൈനസ് ബി എന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ ലോഗ് എ പ്ലസ് ബി ഇതിനെ എക്സ്പാൻഡ് ചെയ്യാൻ ഒരു നിയമം ഇല്ല. അങ്ങനെ ഒരു നിയമം ലോഗരിതത്തിൽ ഇല്ല കേട്ടോ. രണ്ട് ഫംഗ്ഷനുകളുടെ ഇടയ്ക്ക് മൈനസോ പ്ലസോ വന്നാൽ നേരിട്ട് ലോഗരിതം എടുത്ത് എക്സ്പാൻഡ് ചെയ്യാൻ നിയമം ഇല്ല. പിന്നെ എപ്പോൾ മാത്രമേ നിയമമുള്ളൂ? രണ്ട് നമ്പറുകളുടെ അല്ലെ രണ്ട് ഫംഗ്ഷനുകളുടെ പ്രോഡക്റ്റ് ആയിട്ടോ കോഷ്യന്റ് ആയിട്ടോ തന്നാൽ മാത്രമേ അതിന് നിയമമുള്ളൂ. ലോഗ് എ ഇൻറ്റു ബി എ ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് എഴുതാം. ലോഗ് എ ബി സി ആണെങ്കിൽ ലോഗ് എ പ്ലസ് ലോഗ് ബി പ്ലസ് ലോഗ് സി എന്ന് എഴുതാം. ലോഗ് എ ബൈ ബി ആണെങ്കിലോ ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് എഴുതാം. ലോഗ് എ റൈസ് ടു എൻ ആണെങ്കിൽ എന്നിന്റെ ലോഗ് എന്നൊക്കെ എഴുതാം. പക്ഷേ ലോഗ് എ പ്ലസ് ബി ലോഗ് എ മൈനസ് ബി എന്ന രൂപത്തിൽ എവിടെയും അങ്ങനെ വന്നാൽ അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ നിയമമില്ല. ഇത് നോക്കി, എ മൈനസ് ബി രൂപത്തിലല്ലേ. അപ്പൊ ഇതിനെ ലോഗരിതം നേരിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ? ആദ്യമേ തന്നിരിക്കുന്ന ഓരോ ഫംഗ്ഷൻ, വലതുവശത്തുള്ള ഓരോ ഫംഗ്ഷൻ ആദ്യം തന്നെ നമുക്ക് യു എന്ന് പേര് കൊടുക്കാം. എന്നിട്ട് യു ഈസ് എക്സ് റേസ് ടു എക്സ് ആൻഡ് വി എന്ന് പറയുന്നത് രണ്ടാമത് 2 റേസ് സൈൻ എക്സ് വി എന്നിരിക്കട്ടെ. അങ്ങനെ നമ്മൾ സങ്കല്പിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. രണ്ട് ഫംഗ്ഷനുകളുടെ രണ്ടോ അതിലധികം ആയിക്കോട്ടെ ഫംഗ്ഷനുകളുടെ തുകയോ വ്യത്യാസമായിട്ട് വന്നിട്ട് അതിനകത്ത് ഓരോന്നും ഫംഗ്ഷൻ റേസ് ടു അനദർ ഫംഗ്ഷൻ രൂപത്തിൽ വന്നാൽ നേരിട്ട് ലോഗരിതം എടുക്കരുത്. വീണ്ടും ആവർത്തി നിങ്ങളോട് പറയുകയാണ്, രണ്ട് ഫംഗ്ഷനുകളുടെ തുകയോ വ്യത്യാസമോ തന്നിട്ട് ഇതുപോലെ അതിൽ ഓരോന്നും ഒരു ഫംഗ്ഷൻ റേസ് ടു അനദർ ഫംഗ്ഷൻ രൂപത്തിലാണെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ലോഗരിതം നേരിട്ട് എടുക്കാൻ നിയമമില്ല. നേരിട്ട് എടുക്കരുത്. പിന്നെ എന്ത് ചെയ്യണം? ആദ്യ ഫംഗ്ഷന് യു എന്ന് പേര് കൊടുക്കുക, രണ്ടാമത്തെ ഫംഗ്ഷന് വി എന്ന് കൊടുക്കുക. ഇനി മൂന്നാമത് ഒരെണ്ണം കൂടി ഉണ്ടെങ്കിലോ അതിന് വേണ്ടി ഡബ്ല്യു എന്ന് കൊടുക്കുക. ആ രീതിയിൽ പോവാം. വെയർ ഇവിടെ നമുക്ക് കൊടുക്കാം. ഇവിടെ എന്താ നമ്മൾ ചെയ്തത്? വെയർ യു ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു എക്സ്, അതിന് പകരം കൊടുത്തു എക്സ് റേസ് ടു എക്സിന് പകരം യു എന്ന് കൊടുത്തു. ആൻഡ് വി ഈസ് ഈക്വൽ ടു 2 റേസ് ടു സൈൻ എക്സ്. മനസ്സിലാക്കുക. രണ്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ ഓക്കെ ആയിക്കോളും. ഇത് ചിലപ്പോൾ 6 മാർക്കിന് മിനിമം 4 മാർക്ക് അല്ലെങ്കിൽ 6 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. അത് തെറ്റിയെന്നുള്ളതാണ്. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യുക. ഇത്രയും മനസ്സിലായല്ലോ. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എന്താ കണ്ടുപിടിക്കാൻ ചോദ്യം? ഡി വൈ ഡി എക്സ് അല്ലേ. അപ്പോൾ വൈ എന്നുള്ള യു മൈനസ് വി ആണ്. അപ്പൊ ഡി വൈ ബൈ ഡി എക്സ് എന്തായിരിക്കും അറിയാമോ? രണ്ട് ഫംഗ്ഷനുള്ള വ്യത്യാസമല്ലേ. യു ഒരു ഫംഗ്ഷൻ, വി വേറൊരു ഫംഗ്ഷൻ, രണ്ട് ഫംഗ്ഷനുകളുടെ വ്യത്യാസമാകുമ്പോൾ ഡെറിവേറ്റീവ് എന്തായിരിക്കും? ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഡി യു ബൈ ഡി എക്സ്, ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു എക്സ് മൈനസ് ഡെറിവേറ്റീവ് ഓഫ് വി വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇത്രയും ആദ്യം തന്നെ എഴുതി വയ്ക്കുക. ലോഗരിതം നേരിട്ട് എടുക്കുന്നില്ല. ആദ്യ ഫംഗ്ഷന് യു എന്ന് കൊടുത്തു, രണ്ടാമത്തേന് വി എന്ന് കൊടുത്തു.
എന്നിട്ട് അതുകൊണ്ട് y എന്നുള്ള u മൈനസ് v എന്നുള്ള ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് dy by dx ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് u വിത്ത് റെസ്പെക്ട് du by dx മൈനസ് ഡെറിവേറ്റീവ് ഓഫ് v വിത്ത് റെസ്പെക്ട്. ഇത്രയും എഴുതി വയ്ക്കുക, ആദ്യത്തെ സ്റ്റെപ്പാണ്. ഇത് കംപ്ലീറ്റ് ആണെങ്കിൽ, ഈ ഡെറിവേറ്റീവ് കംപ്ലീറ്റ് ആണെങ്കിൽ എന്തൊക്കെ വേണം? ഈ dy by dx കംപ്ലീറ്റ് ആണെങ്കിൽ എന്തൊക്കെ വേണം? ആദ്യം du by dx കണ്ടുപിടിക്കണം, പിന്നെ dv by dx കണ്ടുപിടിക്കണം, എന്നിട്ട് ഇതിനകത്ത് കൊടുത്താൽ ഫൈനൽ ആൻസർ ആവും. അപ്പൊ നമുക്ക് ചെറിയ ഹെഡിങ് എഴുതി രണ്ട് ഘട്ടങ്ങളായിട്ടാണ് ചെയ്യുന്നത്. ടു ഫൈൻഡ് നിർബന്ധമായി എഴുതുന്നത്, ഞാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് എഴുതുന്നത്. ടു ഫൈൻഡ് du by dx എന്ന് എഴുതി ചെറിയ അണ്ടർലൈൻ കൊടുത്തു. ആദ്യം ഇത് കണ്ടുപിടിക്കാം. നമ്മൾ ഇതൊക്കെ പറഞ്ഞേക്കാം. നമ്മൾ ആദ്യം ഇത് കാണാനുള്ള ശ്രമത്തിലാണ്. du by dx ആണ്. അപ്പൊ ആദ്യം എഴുതണം, വീണ്ടും u എടുത്ത് എഴുതുക. എന്താണ് du by dx കണ്ടുപിടിക്കേണ്ടത്? അപ്പൊ u എടുത്ത് എഴുതുക. എന്താണ് u? x raised to x എഴുതി. ഇനി പറയാമോ? ഇനി പ്രശ്നമൊന്നുമില്ലല്ലോ. നമ്മൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ അല്ലേ? ഇവിടെ ഒരു ഫംഗ്ഷനേ ഉള്ളൂ, x raised to x മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ du by dx ആണെങ്കിൽ ലോഗരിതം എടുത്തേ വരും. ഇനി ലോഗരിതം എടുക്കാം. ഇനി നമുക്ക് ലോഗരിതം എടുക്കാം. ഇവിടെ എടുക്കുന്നതേ പറഞ്ഞോളൂ. ഇനി നമുക്ക് ഓരോന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നേരത്തെ ലോഗരിതം എടുക്കാം. അപ്പോൾ log u ടേക്ക് log on both sides അങ്ങനെ എഴുതുന്നില്ല. log u ഈ സീക്വൽ പറഞ്ഞേ. ഇവിടെ ലോഗരിതം എടുക്കുമ്പോൾ എന്ത് കിട്ടും? ഈ പവറായ a raised to n into log. അപ്പൊ ഈ മുകളിൽ x വെളിയിൽ വരും, into log x ഉണ്ടോ. ഇനി എന്ത് എഴുതാം? ഇനി നമുക്ക് എഴുതാം ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു x. ഇവിടെ എഴുതുന്നു നേരത്തെ ഇതുപോലെ ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു x. വി ഗെറ്റ് log u. വാട്ട് ഇസ് ദ ഡെറിവേറ്റീവ്? log u വിത്ത് റെസ്പെക്ട് ടു u കോൺസ്റ്റന്റ് അല്ല, u ഫംഗ്ഷൻ തന്നെയാണ്. log u വിത്ത് റെസ്പെക്ട് ടു x പറഞ്ഞോളൂ. ഡെറിവേറ്റീവ് ഓഫ് u log u 1 by u into du by dx. log y ആണ് 1 by y into y by dx. ഇത് log u ആണ്. അപ്പോൾ log u യുടെ ഡെറിവേറ്റീവ് എന്താണ്? 1 by u into du by dx is equal to x into log x. ഡെറിവേറ്റീവ് എങ്ങനെ വരും? വീണ്ടും പ്രോഡക്റ്റ് റൂൾ അല്ലേ? പ്രോഡക്റ്റ് റൂൾ x into x ഫസ്റ്റ് ഫംഗ്ഷൻ, log x സെക്കൻഡ് ഫംഗ്ഷൻ. ഇതിന്റെ ഡെറിവേറ്റീവ് എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. ഞാൻ ആദ്യത്തെ പ്രോബ്ലത്തിലെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഇങ്ങനെ സ്റ്റെപ്പുകൾ ഡി ബൈ എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ലോഗ് എക്സ് ആ രീതിയിൽ എഴുതി കാണിച്ചു. ഇനി ഞാൻ എഴുതുന്നില്ല കേട്ടോ, നിങ്ങൾ അത് പ്രാക്ടീസ് ആയി കാണും. ഫസ്റ്റ് ഫംഗ്ഷൻ എഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ലോഗ് എക്സ് 1 by x നേരെ എഴുതുകയാണ്. പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ലോഗ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് എക്സ് ഇസ് ഈക്വൽ 1 എഴുതിയാൽ പോരെ? മതി. അത് വേണമെങ്കിൽ ഈ എക്സ് എക്സ് ക്യാൻസൽ ആയി, എക്സ് ഇൻറ്റു 1 by x എക്സ് എക്സ് ക്യാൻസൽ ആയി പോയി. അതുകൊണ്ട് ഡി യു ബൈ ഡി എക്സ് എന്ത് കിട്ടും? ഈ താഴത്തെ യു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇതേപോലെ ഇവിടെ 1 by u ആണ്. അപ്പൊ ക്രോസ് മൾട്ടിപ്ലൈ യു ഇൻറ്റു ബ്രാക്കറ്റ് ഇടണം. ബാക്കി ഇവിടെ 1 ഉള്ളൂ, 1 പ്ലസ് ലോഗ് എക്സ്. ഇനി എന്ത് എഴുതാം? വേണമെങ്കിൽ നിർബന്ധമുള്ള കാര്യമല്ലേ, യുവിന് പകരം നമ്മൾ എന്ത് കൊടുത്താൽ എക്സ് റേസ് ടു എക്സ് അല്ലേ? അപ്പൊ എക്സ് റേസ് ടു എക്സ് ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ് എഴുതാം. ഇത് പകുതിയായിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് നോക്കി, അപ്പൊ ഡി യു ബൈ ഡി എക്സ് ആയി. ഇനി അടുത്ത ഡി വി ബൈ ഡി എക്സ് കണ്ടുപിടിക്കണം. അപ്പൊ ഡി വി ഹെഡിങ് എഴുതാം. ഇവിടെ ഇതേപോലെ ടു ഫൈൻഡ് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ഹെഡിങ് എടുക്കുക. ടു ഫൈൻഡ് ഡി വി ബൈ ഡി എക്സ് ചെറിയ ഹെഡിങ് എഴുതുന്നു. ഇവിടെ ഡി യു ബൈ ഡി എക്സ് കണ്ടതുപോലെ അതേ പ്രോസസ് തന്നെ ഇനി ഡി വി ബൈ ഡി എക്സ് കാണാൻ പോവാം. ആദ്യം വി എടുത്തെഴുതാം. വി എന്താണ്? ഒന്നും കൂടി എടുത്തെഴുതാം. വി നമ്മൾ എവിടെയാണ് കൊടുത്തിരിക്കുന്നത്? ഇതല്ലേ, ടു റേസ് ടു സൈൻ എക്സ്. അപ്പോൾ എന്ത് എഴുതാം? ഒരു ഫംഗ്ഷൻ അല്ലെ കോൺസ്റ്റന്റ് മുകളിൽ വേറൊരു ഫംഗ്ഷൻ വന്നാൽ നിർബന്ധമായിട്ട് ലോഗരിതം. മുകളിലെ പവർ വേറൊരു ഫംഗ്ഷൻ വന്നാൽ അപ്പോൾ ഇത് ലോഗരിതം എടുക്കുക. ലോഗ് വി എന്ന് എഴുതാം. ടേക്ക് ലോഗ്. പിന്നെ നിങ്ങൾ എഴുതുമ്പോൾ എഴുതിക്കോളുക. ഞാൻ നേരെ ലോഗ് വി എഴുതാം. ലോഗ് വി എന്തായിരിക്കും? ലോഗ് എ റേസ് ടു രൂപത്തിലല്ലേ? ഇവിടെ മൊത്തം ലോഗരിതം എടുക്കുമ്പോൾ ലോഗ് എ റേസ് ടു രൂപതാണ്. പവർ വെളിയിൽ വരും. അപ്പോൾ സൈൻ എക്സ് ഇൻറ്റു ലോഗ് 2. ഇനി എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇവിടെ എഴുതുമ്പോൾ ഇതേപോലെ തന്നെ കേട്ടോ, അതേ സ്റ്റെപ്പ് തന്നെയാണ്. രണ്ട് ഘട്ടമായിട്ട് ചെയ്യണതേ ഉള്ളൂ, രണ്ടും ഒരേ പ്രോസസ് തന്നെ. അപ്പോൾ ഡെറിവേറ്റീവ് ആയി ലോഗ് വിയുടെ 1 by v ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഒന്ന് ആലോചിച്ച് പറയണം കേട്ടോ, സൈൻ എക്സ് ഇൻറ്റു ലോഗ് 2. സൈൻ എക്സ് ഇൻറ്റു ലോഗ് 2 ഡെറിവേറ്റീവ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പ്രോഡക്റ്റ് റൂളിന്റെ ആവശ്യമുണ്ടോ? പലരും പ്രോഡക്റ്റ് റൂൾ വെച്ച് അങ്ങനെ ഒത്തിരി പിള്ളേർ സൈൻ എക്സിന്റെ ലോഗ് 2 പ്രോഡക്റ്റ് റൂളിന്റെ ആവശ്യമുണ്ടോ? പ്രോഡക്റ്റ് റൂൾ വെച്ച് വേണേൽ ചെയ്യാം. അതിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. കാരണം ലോഗ് 2 ഈസ് എ കോൺസ്റ്റന്റ്. അപ്പൊ കോൺസ്റ്റന്റ് ഇൻറ്റു ഫംഗ്ഷൻ അല്ലേ? ലോഗ് 2 വെളിയിൽ എടുക്കാൻ പാടില്ലേ? അപ്പൊ അത് ചിന്തിക്കാനുണ്ട്. ലോഗ് എക്സ് ആണെങ്കിൽ ഇപ്പൊ സൈൻ എക്സ് ഇൻറ്റു ലോഗ് എക്സ് ആണെങ്കിൽ ശരിയാ, പ്രോഡക്റ്റ് റൂൾ ഉപയോഗിച്ചേ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ ലോഗ് 2 ആ. ലോഗ് 2 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് എന്താ? കോൺസ്റ്റന്റ് ഇൻറ്റു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നതാണ്. കോൺസ്റ്റന്റ് വെളിയിലേക്ക് എടുത്തിട്ട് ആ ഫംഗ്ഷനെ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ പോരെ. അപ്പോൾ ലോഗ് 2 സൈൻ എക്സിന്റെ ലോഗ് 2 ഡെറിവേറ്റീവ് എന്തായിരിക്കും?
ലോഗ് ടു കോൺസ്റ്റന്റ് ആയത് പുറത്തേക്ക് എടുക്കാം ഇൻറ്റു ലോഗ് ടു കോൺസ്റ്റന്റ് ആണ് കേട്ടോ ഇൻറ്റു സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ കോസ് എക്സ് വരെ. ഇവിടെ പ്രോഡക്റ്റ് റൂളിന്റെ ആവശ്യം വരുന്നുണ്ടോ? പ്രോഡക്റ്റ് റൂൾ ഉപയോഗിച്ചാൽ നമുക്ക് ഇത് കിട്ടും കേട്ടോ. ഒരു ടൈം 0 ആയി പോകും, ബാക്കി ലോഗ് ടു കോസ് എക്സ് തന്നെ കിട്ടും. പക്ഷെ അവിടെ അത്രയും സമയം കളയേണ്ട കാര്യമില്ല. കോൺസ്റ്റന്റ് ഇൻറ്റു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വെളിയിലേക്ക് എടുത്തിട്ട് ഫംഗ്ഷനെ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ലോഗ് ടു കോൺസ്റ്റന്റ് എടുത്തു, സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. അതുകൊണ്ട് ഡി വി ബൈ ഡി എക്സ് എന്തായിരിക്കും? ഈ വി അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അതുകൊണ്ട് therefore നമുക്ക് വേണ്ടത് ഡി വി ബൈ ഡി എക്സ്. therefore ഡി വി ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു എന്താ? ഈ വി അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ഇൻറ്റു ഇവിടെ ഒരു പദവല്ലേ ഉള്ളൂ, അപ്പോൾ ബ്രാക്കറ്റിന്റെ ആവശ്യമില്ല. വി ഇൻറ്റു ലോഗ് ടു ഇൻറ്റു കോസ് എക്സ്. ഒരു സ്റ്റെപ്പ് കൂടി എഴുതാം. വിയുടെ വാല്യൂ എന്തായിരുന്നു? വി എന്ന് പറയുന്നത് എന്താ? 2 raised to x. ദാറ്റ് ഈസ് 2 raised to sin x ഇൻറ്റു ലോഗ് ടു ഇൻറ്റു കോസ് എക്സ്. അപ്പോൾ നമുക്ക് രണ്ട് കിട്ടി. ഡി യു ബൈ ഡി എക്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട്, ഡി വി ബൈ ഡി എക്സ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഫൈനൽ ആൻസർ ഡി വൈ ബൈ ഡി എക്സ് അല്ലേ? ലാസ്റ്റ് സ്റ്റെപ്പ് ചോദ്യം ഇതായിരുന്നു, ഡി വൈ ബൈ ഡി എക്സ് കാണാനായിരുന്നു ചോദ്യം. therefore ഡി വൈ ബൈ ഡി എക്സ് ഒന്നുകൂടി മുകളിൽ എഴുതി ഒന്നുകൂടി താഴോട്ട് ഇറക്കി എഴുതാം. ഡി യു ബൈ ഡി എക്സ് മൈനസ് ഡി വി ബൈ ഡി എക്സ് എഴുതിയാലും മാർക്ക് കിട്ടും. ഇന്ന് പക്ഷെ നമ്മൾ കണ്ടുപിടിച്ച കാര്യങ്ങൾ ഒന്നും കൂടി ഇവിടെ എഴുതിയേക്കാം. അപ്പൊ എന്തായാലും ഡി യു ബൈ ഡി എക്സ് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അതുപോലെ എഴുതുക. എക്സ് റേസ് വലിയ നീളമുള്ള ആൻസർ ആണ്. ഇങ്ങനെയുള്ള ആൻസറുകൾ നീളമുള്ള, പക്ഷെ പരീക്ഷയ്ക്ക് വരുന്നതാണ്. എക്സ് റേസ് ടു എക്സ് ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ് മൈനസ് ഡി വി ബൈ ഡി എക്സ് ഇവിടെ എഴുതുന്നുണ്ട്. അതുപോലെ എഴുതുക. 2 റേസ് ടു സൈൻ എക്സ് ഇൻറ്റു ലോഗ് 2 ഇൻറ്റു കോസ് എക്സ്. ഇതാണ് ഇതിന്റെ ഫൈനൽ ഡെറിവേറ്റീവ്. ചോദ്യം 5 ഹോംവർക്ക് വരുന്നു. അത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, താല്പര്യമുള്ളവർ ചെയ്താൽ പറ്റും. നമ്മൾ ആദ്യമേ ചെയ്ത അതേ പ്രോബ്ലം അതേ ടൈപ്പ് ആണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ്. നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. താല്പര്യമുള്ളവർ ചെയ്താലും മതി, അത് നിർബന്ധമില്ല. ഇനി ചോദ്യം 6. എക്സ് പ്ലസ് 1 ബൈ എക്സ് ഹോൾ റേസ് ടു എക്സ്. ഫംഗ്ഷൻ റേസ് ടു എക്സ് ആണോ? ഇതൊരു ഫംഗ്ഷൻ ആണ്. പ്ലസ് എക്സ് റേസ് ടു 1 പ്ലസ് 1 ബൈ എക്സ്. ഇത് മൊത്തം ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. അപ്പൊ ഇത് ആദ്യ ഫംഗ്ഷൻ എഫ് എക്സ്, ഇത് മറ്റൊരു. അപ്പൊ നോക്കി രണ്ട് ഇടയ്ക്ക് പ്ലസിന് കിടപ്പില്ലേ? അപ്പൊ തീർച്ചയായിട്ടും ഇത് ഓരോന്നും നോക്കുമ്പോൾ ഏത് രൂപത്തിലാണ്? ഓരോന്നും നോക്കുമ്പോൾ ഒരു ഫംഗ്ഷന്റെ മുകളിൽ വേറൊരു ഫംഗ്ഷൻ രൂപത്തിലല്ലേ നോക്കി. ഇത് ഒരു ഫംഗ്ഷൻ റേസ് ടു അനദർ ഫംഗ്ഷൻ. ഇവിടെ അതെ, ഒരു ഫംഗ്ഷൻ റേസ് ടു അനദർ ഫംഗ്ഷൻ ആണ്. ഓരോന്ന് നോക്കും, പക്ഷെ ഇടയ്ക്ക് പ്ലസ് സൈൻ ആണ്. അപ്പോൾ ലോഗരിതം ഉപയോഗിക്കണം, പക്ഷെ നേരിട്ട് ലോഗരിതം എടുക്കാൻ പറ്റിയല്ലോ. അപ്പൊ നമ്മൾ ഇപ്പോൾ ചോദ്യം ചെയ്തതുപോലെ ഇതിന് ആദ്യം എന്ത് അതിന് വൈ എന്ന് പേര് കൊടുക്കാം. ചോദ്യം ഡി വൈ ബൈ ഡി എക്സ് കാണാനാണ് കേട്ടോ, ഡെറിവേറ്റീവ് ഡിഫറൻഷ്യൽ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാനാണ്. അപ്പൊ ഞാൻ അതിന് വൈ എന്ന് പേര് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യണം? ലോഗരിതം എടുക്കരുത്. വൈ ഈസ് ഈക്വൽ ടു യു, അടുക്ക് പ്ലസ് ആണ് പ്ലസ് ഇടുക, മൈനസ് ആണ് മൈനസ് ഇടുക. യു പ്ലസ് വി എന്ന് കൊടുത്തു. വേർ എന്നിട്ട് നമ്മൾ എന്താ യു എന്താണെന്ന് കാണിക്കുക. വേർ യു ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ബൈ എക്സ് റേസ് ടു എക്സ് ആണ് കേട്ടോ. ഇതിന് പകരമാണ് യു എന്ന് കൊടുത്തിരിക്കുന്നത്. അതിന്റെ വി എന്ന് പറയുന്നതോ എക്സ് റേസ് ടു 1 പ്ലസ് 1 ബൈ എക്സ് കിട്ടി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് എന്തായിട്ട് മാറുന്നത്? ഇതാണ് ഈ വൈ യു പ്ലസ് വി ആയി മാറിയില്ലേ? വൈ യു പ്ലസ് വി ആണ്. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് എന്താണ്? ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ഡി ഡെറിവേറ്റീവ് യു പ്ലസ് യു വിത്ത് റെസ്പെക്ട് ടു എക്സ്, ഡി യു ബൈ ഡി എക്സ് പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് വി വിത്ത് റെസ്പെക്ട് ടു. ഇത്രയും എഴുതി കഴിഞ്ഞാൽ ഒരു മാർക്ക് ആയി കഴിഞ്ഞു. ഇത്രയൊക്കെ എഴുതി കഴിഞ്ഞാൽ ഇനി മെയിൻ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡി യു ബൈ ഡി എക്സ് കണ്ടുപിടിക്കണം, ഡി വി ബൈ ഡി എക്സ് കണ്ടുപിടിക്കും. രണ്ടും വേറെ വേറെ കണ്ടുപിടിച്ചിട്ട് അവസാനം ഇതിനകത്തേക്ക് കൊടുത്താൽ മൊത്തം ആൻസറുമായി. അപ്പൊ ആദ്യം നമ്മൾ നേരത്തെ ഇതുപോലെ ടു ഫൈൻഡ് ഡി യു ബൈ ഡി എക്സ് എഴുതി, വീണ്ടും യു എടുത്തെഴുതുക. യു ഈസ് ഈക്വൽ ടു എന്താണ്? എക്സ് പ്ലസ് 1 ബൈ എക്സ് റേസ് ടു എക്സ് ആണ്. ഇനി നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്താണ്? ലോഗരിതം. കാരണം ഒരു ഫംഗ്ഷന്റെ മുകളിൽ വേറൊരു ഫംഗ്ഷൻ അല്ലേ? അപ്പം ഡി യു ബൈ ഡി എക്സിന് കാണുന്നതിന് മുന്നോടിയായിട്ട് ലോഗരിതം എടുക്കുക. ലോഗ് യു ഈസ് ഈക്വൽ ടു ഈ എക്സ് പവർ വെളിയിൽ വരും. എക്സ് ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് 1 ബൈ എക്സ് ഇങ്ങനെ വരും. ഇനി ബാക്കിയോട്ട് എഴുതാം. ഡിഫറൻഷിയേറ്റ് എഴുതിക്കണം നമ്മൾ ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ലോഗ് യുവിന്റെ ഡെറിവേറ്റീവ് പറഞ്ഞ് 1 by u into du by dx is equal to x into log 1 x plus 1 by x ആണ്. into x into ഫസ്റ്റ് ഫംഗ്ഷൻ fx into log x plus 1 by x, fx into gx രൂപത്തിൽ തന്നെയാണ്. അപ്പോൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ പ്രോഡക്റ്റ് റൂൾ, ഇത് കോൺസ്റ്റന്റ് രണ്ടും ഫംഗ്ഷനാണ്, എക്സിലുള്ള ഫംഗ്ഷൻ തന്നെയാണ്. അപ്പോൾ ഇത് പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കുക. ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ്? x into ഡെറിവേറ്റീവ് log x plus 1 by x ആലോചിച്ച് പറയുക.
ലോഗ് എക്സ് പ്ലസ് 1 ബൈ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 ബൈ എക്സ് പ്ലസ് 1 ബൈ എക്സ്, 1 ബൈ എക്സ് ഉണ്ട്. എക്സിന് പോലെ എക്സ് പ്ലസ് 1 ബൈ എക്സ് ആണ്. ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 ബൈ എക്സ് എന്നതുപോലെ ലോഗ് എക്സ് പ്ലസ് 1 ബൈ എക്സിന്റെ ഡെറിവേറ്റീവ് 1 ബൈ എക്സ് പ്ലസ് 1 ബൈ എക്സ് മാത്രം മതിയോ? ഇൻറ്റു ഇവിടെ എഴുതാം കേട്ടോ. ഇൻറ്റു ഇവിടെ എഴുതുന്നതാണ്. ഇൻറ്റു ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവിടെ എഴുതാം. ഇൻറ്റു എക്സ് പ്ലസ് 1 ബൈ എക്സ്. ഒന്നും കൂടി എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 ബൈ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് 1 ബൈ സ്ക്വയർ. കാണാതെ പഠിക്കണം പറഞ്ഞില്ലേ? എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. എക്സ് പ്ലസ് 1 ബൈ എക്സ് ഒന്നും കൂടി ചെയ്യാൻ പോലെ. അപ്പൊ എക്സിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു 1 ആണ്, പ്ലസ് 1 ബൈ എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് 1 ബൈ എക്സ്. ഇത്ര എഴുതണം. തീർന്നോ? ഇല്ലല്ലോ. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ആയിട്ടുള്ളൂ. ഇനി പ്ലസ് എന്താ? എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ലോഗ് എക്സ് പ്ലസ് 1 ബൈ എക്സ് ആണ്. ഇത് മുഴുവനും ലോഗ് എക്സ് പ്ലസ് 1 ബൈ എക്സ് ഡെറിവേറ്റീവ് ഇത്രയും വരുന്നത്. പ്രോഡക്റ്റുകൾ കംപ്ലീറ്റ് ആയില്ല. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് വരെ ആയിട്ടുള്ളൂ. പ്ലസ് സെക്കൻഡ് ഇൻറ്റു സെക്കൻഡ് എന്താണ്? ലോഗ് എക്സ് പ്ലസ് 1 ബൈ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് 1. അത് എളുപ്പമാണ്. ഫസ്റ്റ് എക്സ് ആയതുകൊണ്ട് ഡെറിവേറ്റീവ് ആണ്. ഇനി കുറച്ച് സിംപ്ലിഫിക്കേഷൻ ചെയ്യാൻ കൂടെ. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് 1 by u into du by dx is equal to x into ഇതിനെ വേണേ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. താഴത്തെ x 1 ബൈ എക്സ് കൂട്ടി എഴുതാൻ പാടില്ലേ? എങ്ങനെ കൂട്ടി എഴുതാം? ഈ ക്രോസ് മൾട്ടിപ്ലൈ x into x സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് വരികയല്ലേ? എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ്. അതിന് മറിച്ചിട്ട് വിളിക്കുമ്പോൾ എക്സ് മുകളിൽ പോകും. അപ്പോൾ ഇതിന് വേണമെങ്കിൽ എഴുതാം. വേണമെങ്കിൽ എഴുതിയേക്കാം ഒരു സ്റ്റെപ്പ്. അതിൽ ഒത്തിരി സ്റ്റെപ്പുകൾ വരും കേട്ടോ. അതുകൊണ്ട് ഞാൻ നേരെ എഴുതുകയാണ്. എക്സ് പ്ലസ് 1 ബൈ എക്സിന് എഴുതുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 1 ഹോൾ ഡിവൈഡ് ബൈ എക്സ് വരും. അതിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ആ എക്സ് മുകളിലേക്ക് പോകും. എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 എഴുതിയാൽ പോരെ. മനസ്സിലായോ? എക്സ് ഇൻറ്റു 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ്. അതിന് റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ആ എക്സ് മുകളിൽ പോയി. പിന്നെ ഇവിടെ ഇതിനെ അതുപോലെ എഴുതിക്കല്ലേ? ഇൻറ്റു ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയറിന് 1 എക്സ് സ്ക്വയർ പ്ലസ് മൈനസ് ചേർന്ന് മൈനസ് 1 ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ എഴുതാം. അപ്പൊ അത് കഴിഞ്ഞു. പ്ലസ് ഈ പ്ലസ് ആണ്. പിന്നെ ഇവിടെ കുഴപ്പമൊന്നുമില്ല. ഈ 1 എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ലോഗ് എക്സ് പ്ലസ് 1 ബൈ എക്സ് എന്നുള്ളതിന് വേണമെങ്കിൽ ഇങ്ങനെ എഴുതിയാലും മതി. ലോഗ് എക്സ് പ്ലസ് 1 ബൈ എക്സ് അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ വേണമെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് എഴുതാൻ കേട്ടോ. അതിന് ആവശ്യമൊന്നുമില്ല. ലോഗ് എക്സ് പ്ലസ് 1 ബൈ എക്സ് മതിയാവും. ഇനി ഇവിടെ കുറെ ക്യാൻസലേഷൻ വരുന്നില്ല എനിക്ക് ആദ്യത്തിനകത്ത്. അതൊക്കെ ഇവിടെ എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ. ഈ എക്സ് സ്ക്വയർ എക്സ് ഇൻറ്റു എക്സ് സ്ക്വയറും താഴത്തെ എക്സ് സ്ക്വയറോട് വെട്ടിപ്പോയി. എനിക്ക് ഞാൻ വെട്ടി പോകാനൊന്നുമില്ല. ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് ഉണ്ട്, ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് ഉണ്ട്. അതുപോലെ ഇട്ടാൽ മതി. ഇത് അങ്ങനെ തന്നെ ഇട്ടാൽ മതിയാവും. അതുകൊണ്ട് നമുക്ക് എഴുതാം. therefore du by dx is equal to പറഞ്ഞു 1 by u into du. ഈ u അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ. അപ്പൊ u into ബാക്കി വരുന്നത് എക്സ് സ്ക്വയർ മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് ലോഗ് എക്സ് പ്ലസ് 1 ബൈ എക്സ്. ഇനി വേണമെങ്കിൽ യുവിന്റെ വാല്യൂ ഇവിടെ കൊടുക്കാം. ഇത് പകുതിയായിട്ടുള്ളൂ. ബാക്കി ഞാൻ ഹോംവർക്ക് തരികയാണ്. ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഏതാണ്? ഡി യു ബൈ ഡി എക്സ് ആയിട്ടുള്ള പകുതിയായിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതുപോലെ തന്നെ ടു ഫൈൻഡ് ഡി വി ബൈ ഡി എക്സ് ഇതുപോലെ തന്നെ കേട്ടോ എഴുതി ചെയ്യുക. അപ്പോൾ ഡി യു ബൈ ഡി എക്സും കിട്ടും, ഡി വി ബൈ ഡി എക്സും കിട്ടും. അവസാനം എന്തെഴുതണം? എടുത്തെഴുതണം. therefore dy by dx equal to du by dx plus dv by dx എടുത്തെഴുതി ചെയ്യണം. ഇതും അത്ര കുറച്ച് കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ചിലർക്കെങ്കിലും ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നും. അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ പഠിക്കേണ്ട, അല്ലാത്തവർ തന്നെ പഠിക്കാം. പക്ഷെ പരീക്ഷയ്ക്ക് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്.